Part 2 video of Class 10 Unit 2 Second Lesson A Phoenix Rises. യൂണിറ്റ് 2-ലെ രണ്ടാമത്തെ ഭാഗമായ ലൈഫ് റൈറ്റിംഗ്. ലൈഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആത്മകഥകൾ, ഓർമ്മക്കുറിപ്പുകൾ, ജീവചരിത്രം, ഡയറി കുറിപ്പുകൾ, കത്തുകൾ, സാക്ഷ്യപത്രങ്ങൾ, വ്യക്തിപരമായ ലേഖനങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളെയാണ് ലൈഫ് റൈറ്റിംഗിൻ്റെ ഹെഡിങ്ങിൽ വരുന്ന വിഷയങ്ങൾ. ഇവിടുത്തെ ഹെഡിങ് എന്താ? എ ഫീനിക്സ് റൈസസ്. ഇതിലെ കഥ എഴുതിയത് ട്വിങ്കിൾ കെന്ന. പിന്നെ ഈ ലെസണിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. മിസ്റ്റർ അരുണാചലം മുരുകാനന്ദമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ലെസണിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ലെസൺ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. പാർട്ട് 1 സ്റ്റോറി, പാർട്ട് 2 ഇൻ്റർവ്യൂ. അപ്പം നമുക്ക് പാർട്ട് 2 വീഡിയോയിലേക്ക് പോകാം. പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഓഥറിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെസന്റെ രണ്ടാം ഭാഗമായ ഇൻ്റർവ്യൂവിലേക്ക് പോകാം. ഇവിടെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് തന്നെ 2 ചോദ്യത്തോടു കൂടിയാണ്. ഡോണ്ട് യു വാണ്ട് ടു നോ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി? കഥയുടെ ബാക്കി ഭാഗം നിങ്ങൾക്ക് അറിയണ്ടേ? ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ബബ്ലൂസ് ജേർണി? ഇവിടെ ബബ്ലൂസ് ജേർണി എന്ന് പറയുന്നത് യാത്രയല്ല, അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയാണ് വന്നത് അതിനെക്കുറിച്ച്. അപ്പോൾ ആ ജേർണി, ആ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ടേ? ഹിയർ ഈസ് ഹിസ് സ്റ്റോറി ഇൻ ഹിസ് ഓൺ വേർഡ്സ്. താഴെ അദ്ദേഹത്തിൻ്റെ ഈ യാത്രയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ, അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം. പത്മശ്രീ അരുണാചലം മുരുകാനന്ദനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് താഴെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകാനന്ദം. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു മീറ്റ് ആൻഡ് ടോക്ക് ടു us. നമസ്കാരം മിസ്റ്റർ മുരുകാനന്ദം. നിങ്ങളെ കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. We know that you have been working on the manufacture and distribution of inexpensive sanitary napkins for a quarter of a century. ഞങ്ങൾക്കറിയാം താങ്കൾ 1/4 നൂറ്റാണ്ടു കാലമായി കുറഞ്ഞ ചെലവിൽ സാനിറ്ററി നാപ്കിനുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. Now we'd like to learn about your early days. ഇപ്പോൾ താങ്കളുടെ ആദ്യകാലങ്ങളെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. Did anyone inspire you to work for the good of the community? സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ആരെങ്കിലും താങ്കൾക്ക് പ്രചോദനമായിട്ടുണ്ടോ? Good morning friends. Let me at the outset tell you my story. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. My father was a handloom weaver. എൻ്റെ അച്ഛൻ ഒരു കൈത്തറി നെയ്ത്തുകാരനായിരുന്നു. I dropped out of school at 14 when he passed away quite unexpectedly. ഞാൻ 14 വയസ്സിൽ സ്കൂൾ വിട്ടു. അതായത് 14 വയസ്സിൽ ഞാൻ പഠിത്തം നിർത്തി. അച്ഛൻ അപ്രതീക്ഷിതമായി മരിച്ചപ്പോഴായിരുന്നു അത്. My mother worked on a farm. എൻ്റെ അമ്മ ഒരു കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്നു. And she found it very difficult to make ends meet. എന്നാൽ അവർക്ക് നിത്യച്ചെലവ് കണ്ടെത്താനായി, അതായത് നിത്യച്ചെലവിന് പണം കണ്ടെത്താനായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. She had to take care of 2 daughters and a son. അവർക്ക് 2 പെൺമക്കളെയും ഒരു മകനെയും അവർക്ക് നോക്കണമായിരുന്നു. She had hoped I'd become an engineer. എൻ്റെ അമ്മ ഞാനൊരു എഞ്ചിനീയർ ആകും എന്ന് പ്രതീക്ഷിച്ചു. However, she couldn't afford to send me to a college. എന്തായാലും അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് എന്നെ കോളേജിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. And I had to take up a job in a welding shop. A welding workshop even as a young boy. ചെറിയ ബാലനായിരിക്കുമ്പോൾ തന്നെ, അതായത് വളരെ ചെറുപ്രായത്തിൽ തന്നെ എനിക്കൊരു വെൽഡിംഗ് ഷോപ്പിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. At 21 I married. 21 വയസ്സിൽ ഞാൻ വിവാഹിതനായി. It was then I discovered that my wife Shanti had to use old rags instead of clean napkins during her menstrual cycle. അപ്പോഴാണ് എൻ്റെ ഭാര്യ ശാന്തിക്ക് ആർത്തവ സമയത്ത് വൃത്തിയുള്ള നാപ്കിനുകൾക്ക് പകരം പഴയ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ട് ഞാൻ കണ്ടത്. This made me think about the general state of women's health and hygiene. ഇത് സ്ത്രീകളുടെ പൊതുവായ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. The knowledge triggered my research into the manufacture of affordable napkins. ആ അറിവാണ് കുറഞ്ഞ ചെലവിൽ നാപ്കിനുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഗവേഷണത്തിൻ്റെ തുടക്കം.
We understand that it took you years to find the right materials for your napkins. Could you tell us more about that phase of your research? ഞങ്ങൾ മനസ്സിലാക്കുന്നു താങ്കളുടെ നാപ്കിനുകൾക്ക് അനുയോജ്യമായ വസ്തുക്കൾ, അതായത് കറക്റ്റ് റോ മെറ്റീരിയൽസ് കണ്ടെത്താൻ വർഷങ്ങളെടുത്തു എന്ന്. താങ്കളുടെ ഗവേഷണത്തിലെ ആ ഘട്ടത്തെക്കുറിച്ച് കൂടുതൽ ഒന്ന് പറയാമോ? ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, മൈ ഫാദർ വാസ് എ വീവർ. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ ഒരു നെയ്ത്തുകാരനായിരുന്നു. Therefore, I was somewhat familiar with cotton and made use of many varieties of cotton. അതുകൊണ്ട് പരുത്തിയെക്കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. കൂടാതെ ഞാൻ പലതരം പരുത്തി ഇനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. All my initial experiments failed miserably. എന്നാൽ എൻ്റെ ആദ്യകാല പരീക്ഷണങ്ങളെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു. അതാണ് failed miserably. Moreover, the topic was taboo in our village at the time. മാത്രമല്ല, ആ സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ വിഷയം ഒരു വിലക്കപ്പെട്ട കാര്യമായി മാറി. ടബു എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട. And my interest in the subject led to my isolation within the community and even my family, but I didn't give up. പിന്നെ ഈ വിഷയത്തിലുള്ള എൻ്റെ താല്പര്യം കാരണം സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നു പോലും ഞാൻ ഒറ്റപ്പെട്ടു. പക്ഷേ ഞാൻ പിന്മാറിയില്ല. I tried to find out what type of cotton the popular brands were using for their napkins. ജനപ്രിയ ബ്രാൻഡുകൾ അവരുടെ നാപ്കിനുകളിൽ ഏത് തരം പരുത്തിയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. It took me 2 years of trial and error to figure out it was pinewood pulp and not cotton. അങ്ങനെ ഈ നാപ്കിനുകളിൽ ഉപയോഗിക്കുന്നത് പരുത്തിയല്ല, മറിച്ച് പൈൻവുഡ് പൾപ്പാണെന്ന് കണ്ടെത്താനായിട്ട് എനിക്ക് 2 വർഷത്തെ ട്രയൽ ആൻഡ് എറർ വേണ്ടി വന്നു. അതാണ് പരീക്ഷണങ്ങളും പിഴവുകളും വേണ്ടി വന്നു. പൈൻവുഡ് എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. തേക്ക്, വീട്ടി, പ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മരം. പൾപ്പ് എന്ന് പറഞ്ഞാൽ ഈ മരത്തിനെ ഒരു പ്രത്യേക പ്രോസസ്സിങ്ങിലൂടെ, പ്രക്രിയയിലൂടെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കും. അതാണ് പൾപ്പ്. ദ സപ്ലയേഴ്സ് സെൻഡ് മീ സം സാമ്പിൾസ്. വിതരണക്കാർ എനിക്ക് കുറച്ച് സാമ്പിളുകൾ അയച്ചു തന്നു. ഐ സ്പെൻഡ് സെവറൽ ഡേയ്സ് വണ്ടറിങ് ഹൗ ടു മേക്ക് സെല്ലുലോസ് ഫ്രം ഇറ്റ്. അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ സെല്ലുലോസ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് ഞാൻ ദിവസങ്ങളോളം തല പുകഞ്ഞു. One day, my pet dog accidentally scratched the sample card. അങ്ങനെ ഒരു ദിവസം എൻ്റെ വളർത്തുനായ അബദ്ധത്തിൽ ആ സാമ്പിൾ കാർഡ് ഒന്ന് മാന്തി. And I could see the soft cottony material. അപ്പോഴാണ് എനിക്ക് ആ മൃദുവായ പഞ്ഞി പോലുള്ള ആ വസ്തു കാണാൻ സാധിച്ചത്. This gave me the idea of defibration. ഇത് എനിക്ക് ഈ ഡീഫൈബ്രേഷൻ എന്ന ആശയം നൽകി. ഡീഫൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫൈബറിനെ തരം തിരിച്ചെടുക്കുക. Later, Mr. Muruganandam, you discovered that the real need was for more efficient machinery. How did you understand this? Mr. Muruganandam, നിങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായ യന്ത്രങ്ങൾ വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? The machines that produce sanitary napkins cost crores at the time. സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾക്ക് ആ കാലത്ത് കോടിക്കണക്കിന് രൂപയായിരുന്നു വില. I realized that women would get affordable napkins only if the machinery became less expensive. യന്ത്രങ്ങളുടെ വില കുറച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് താങ്ങാവുന്ന വിലയിൽ നാപ്കിനുകൾ ലഭിക്കൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. I then began to focus on designing affordable machines. അങ്ങനെയാണ് ഞാൻ കുറഞ്ഞ ചെലവിലുള്ള യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. Again, by trial and error, I succeeded in designing and building relatively inexpensive machines. അങ്ങനെ വീണ്ടും പരീക്ഷണങ്ങളും ചെയ്തു, കുറെ തെറ്റുകളൊക്കെ വന്നു. അങ്ങനെ ഞാൻ താരതമ്യേന ചെലവ് കുറഞ്ഞ യന്ത്രങ്ങൾ രൂപകൽപ്പനയും ചെയ്തു, അത് നിർമ്മിക്കുകയും ചെയ്തു. These could be operated by people without much training. കൂടുതൽ പരിശീലനമൊന്നും ഇല്ലെങ്കിലും ഈ യന്ത്രങ്ങൾ ആൾക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ, അതായത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. I designed 3 separate machines for the defibration, compression and sterilization of the material. വസ്തുക്കളുടെ ഡീഫൈബ്രേഷൻ, പിന്നെ കംപ്രഷൻ,
പിന്നെ അണുവിമുക്തമാക്കൽ, അതാണ് സ്റ്റെറിലൈസേഷൻ. ഈ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ 3 വ്യത്യസ്ത യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തു. This too is the result of trial and error, the only method I'd ever recommend for genuine innovation. അതായത് യഥാർത്ഥ കണ്ടുപിടുത്തങ്ങൾക്ക് ഞാൻ ശുപാർശ ചെയ്യുന്ന ഒരേ ഒരു മാർഗം എന്തെന്നാൽ ട്രയൽ ആൻഡ് എറർ ആണ്. പരീക്ഷണങ്ങളും തെറ്റുകളും. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും കറക്റ്റ് റിസൾട്ട്. സർ, of course, many MNCs would have made you handsome offers for your machines. Were you ever tempted to take any of these offers? Sir, തീർച്ചയായും താങ്കളുടെ യന്ത്രങ്ങൾക്ക് പല ബഹുരാഷ്ട്ര കമ്പനികൾ, അതാണ് MNCs, വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാവും. അത്തരം ഏതെങ്കിലും വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ താങ്കൾക്ക് എപ്പോഴെങ്കിലും പ്രലോഭനം തോന്നിയിട്ടുണ്ടോ? ടെംപ്റ്റഡ്, അതാണ് പ്രലോഭനം എന്ന വാക്കിന്റെ അർത്ഥം. It took me 13 years to get a patent for my invention. എൻ്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റ് ലഭിക്കാൻ എനിക്ക് 13 വർഷമെടുത്തു. When I got the patent, I placed it in the public domain for anyone who wanted to use it. പാറ്റന്റ് ലഭിച്ചപ്പോൾ ആർക്കും ഉപയോഗിക്കാനായി ഞാൻ അത് പൊതു സഞ്ചയത്തിൽ ലഭ്യമാക്കി. പബ്ലിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പൊതു സഞ്ചയത്തിൽ. ഇവിടെ ഐ പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ ഫോർ എനിവൺ ഹു വാണ്ടഡ് ടു യൂസ് ഇറ്റ് എന്ന് പറയുന്നില്ലേ. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ആ മെഷീൻ, അതൊരു മെഷീൻ വാങ്ങിയിട്ട് വേറൊരു വ്യക്തിക്ക് അതുപോലെ കോപ്പി ചെയ്യാം, അതുപോലെ വേറെ 1-2 ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാതെ പബ്ലിക്കിൽ കൊടുത്തിരിക്കുകയാണ്. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡൈസ്ഡ് പ്രൈസ് ടു വുമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഞാൻ എൻ്റെ യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ വിൽക്കുന്നു. സബ്സിഡൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വില കുറച്ചു കൊടുക്കുക. അതായത് വാങ്ങുന്ന ആള് ഫുൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സപ്പോസ് 50% സബ്സിഡൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആള് 50% പ്രൈസ് കൊടുക്കുക, ബാക്കി 50% സർക്കാർ സഹായിക്കും ആ മെഷീൻ വിൽക്കുന്ന ആൾക്ക്. അതാണ് സബ്സിഡൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞത്. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ്, നോട്ട് ഗ്രീഡ്. എൻ്റെ ലാഭം അത്യാഗ്രഹത്തിലല്ല, ആവശ്യകതയെ അടിസ്ഥാനമാക്കിയാണ്. I believe that the success of entrepreneurship lies not in making money, but in allowing others to benefit. Success of entrepreneurship, സംരംഭകത്വത്തിന്റെ വിജയം, അത് പണമുണ്ടാക്കുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Sir, why do you promote women and women's self-help groups so much? Sir, നിങ്ങൾ സ്ത്രീകളെയും സ്ത്രീകളുടെ സ്വയം സഹായ സംഘത്തെയും ഇത്രയധികം സഹായിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ്? ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വിമൻ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജിക്ക് സ്ത്രീകൾക്ക് ഇന്ത്യയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഐ ഫോളോ ഗാന്ധിജീസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാൻ ഗാന്ധിജിയുടെ ആ അറിവും പാതയും പിന്തുടരുന്നു. My vision is to generate 1 million jobs for women in India and to promote 100% hygiene in households. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഒപ്പം വീടുകളിൽ 100% ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് എൻ്റെ ദർശനം. ദർശനം എന്ന് പറഞ്ഞാലാണ് വിഷൻ. ഹൗ ക്യാൻ ഐ ബെസ്റ്റ് ഡു ദാറ്റ്? ആ കാര്യം എത്രയും നന്നായിട്ട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഐ യൂസ് ദ പവർ ഓഫ് വുമൺ ടു എംപവർ വുമൺ. ഞാൻ സ്ത്രീകളുടെ ശക്തി സ്ത്രീകളെ ശക്തീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇൻ മൈ മിഷൻ 3 elements ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്: അവെയർനെസ്, അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. 1 അവെയർനെസ്, അതായത് ബോധവൽക്കരണം. 2 ലഭ്യത, അവൈലബിലിറ്റി. 3 അഫോർഡബിലിറ്റി, അതായത് താങ്ങാവുന്ന വില. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എൻ്റെ ദൗത്യത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിമൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി വിത്ത് വിമൻ ആൻഡ് ക്രിയേറ്റ് അവയർനെസ് ഓൺ മെൻസ്ട്രുവൽ ഹൈജീൻ. സ്ത്രീകൾക്ക് സ്ത്രീകളുമായി ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയും. അതുകൊണ്ട് ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അവർക്ക് കഴിയും. നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുമ്പോൾ റീറ്റെയിൽ എന്ന വാക്കിന് പകരം ഡീറ്റെയിൽ എന്ന് ഉപയോഗിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. അതിനെ കുറിച്ചൊന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാമോ?
ഇവിടെ റീറ്റെയിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിൽക്കുക, ആ ഒരു പ്രക്രിയയാണ്. അതായത് മൊത്തമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുക, എന്നിട്ട് ചെറിയൊരു ലാഭം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ശതമാനം ലാഭം എടുത്ത് അത് ചെറിയ അളവിൽ ഉപഭോക്താക്കൾക്ക് വിൽക്കുക. അതൊരു കച്ചവടക്കാരന്റെ ഒരു കാഴ്ചപ്പാടാണത്. ഇവിടെ ഡീറ്റെയിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ, അത് പ്രവർത്തിക്കുന്ന രീതി, ഉൽപ്പന്നം കൊണ്ട് ഉപഭോക്താവിന് എന്തൊക്കെ ഗുണം കിട്ടും, അതിന്റെ ഓരോ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിന്റെ പ്രത്യേകതകൾ, അങ്ങനെ പല പല ഗുണങ്ങൾ വിശദീകരിക്കുക. ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് ഉപഭോക്താവിന് ഉണ്ടാവുന്ന നേട്ടങ്ങളും ഗുണങ്ങളും വിശദമായി പറയുക. അതാണ് ഡീറ്റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ ടേൺ ഓവർ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്ട്. ടേൺ ഓവറിനേക്കാൾ ഉപരി ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത് ഇമ്പാക്റ്റിലാണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഉണ്ടാകുന്ന ബിസിനസ്സിലെ വരുമാനം സംബന്ധിച്ചുള്ള കാര്യമാണ് ടേൺ ഓവർ. ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കേവലം പണം സമ്പാദിക്കുന്നതിനപ്പുറം സമൂഹത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വല്ല ഗുണകരമായ കാര്യങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ വരുത്തിയിട്ടുണ്ടോ, കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇമ്പാക്റ്റ് പറയുന്നത്. സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്റ്റ് ബേസ്ഡ്. സാമൂഹിക സംരംഭകത്വം ഇമ്പാക്റ്റ് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. ഐ ആസ്ക് the women's collectives to personally talk to every woman customer in detail about hygiene. ശുചിത്വത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഓരോ ഉപഭോക്താവിനോടും, അതായത് സ്ത്രീ ആയ ഓരോ ഉപഭോക്താവിനോടും സംസാരിക്കണമെന്ന് ഈ സ്ത്രീകളുടെ കൂട്ടായ്മകളോട് ഞാൻ പറയാറുണ്ട്. Our aim is not to increase sales but to increase awareness. ഞങ്ങളുടെ ലക്ഷ്യം വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നതല്ല, മറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ്. We have created 1,363 local brands and earned $750 million in revenue so far. ഞങ്ങൾ 1363 ലോക്കൽ ബ്രാൻഡുകൾക്ക് രൂപം നൽകി. അതുകൂടാതെ $75 കോടി സാമ്പത്തിക നേട്ടവും ഞങ്ങൾക്ക് ലഭിച്ചു. ലോക്കൽ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ബ്രാൻഡുകൾ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക സ്ഥലത്തോ പ്രദേശത്തോ നഗരത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളെയും അതിൻ്റെ സേവനങ്ങളെയും സ്ഥാപനങ്ങളെയുമാണ് ഈ പ്രാദേശിക ബ്രാൻഡുകൾ എന്ന് പറയുന്നത്. ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഈസ് എ ടഫ് തിങ് ടു ഡു. വിവരങ്ങൾ വിശദമായി പറഞ്ഞു മനസ്സിലാക്കുന്നതും അവബോധം സൃഷ്ടിക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല. I bow to all teachers as they spend their whole lives detailing things to pupils. അധ്യാപകർ അവരുടെ ജീവിതകാലം മുഴുവനും വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കുന്നതിനാൽ ഞാൻ അവരെ വണങ്ങുന്നു. Did you ever get any support from policy makers or government agencies for your project, sir? Can you tell us how the government supported your efforts? Policy makers ആരാണ്? പോളിസി മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഒരു സ്കൂൾ, എവിടെയും ആവട്ടെ, അവിടെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടപ്പാക്കണം എന്നൊക്കെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആകാം, കുറച്ച് ആളുകൾ കൂടിയിട്ടാകാം. ഇവരെയാണ് പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഏജൻസീസ് എന്ന് പറഞ്ഞാലും ഈ പോളിസി മേക്കേഴ്സിനെ പോലെ തന്നെ സർക്കാരിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരാണ് ഇതൊക്കെ അവിടുത്തെ സർക്കാരിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അത് പൊളിറ്റിക്കലിയും ആകാം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാർ. അവരെയാണ് ഈ ഗവൺമെന്റ് ഏജൻസീസ് എന്ന് പറയുന്നത്. IIT Madras honored me with the National Innovation Foundation's Grassroots Technological Innovations Award. IIT Madras എനിക്ക് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന്റെ ഗ്രാസ്റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അവാർഡ് നൽകി. I received the award from President of India. ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നാണ് എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. The Government of India selected me for the Padma Shri Award in 2016. 2016 ഇന്ത്യൻ സർക്കാർ എന്നെ പത്മശ്രീ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തു. The Indian Parliament
discussed the issue of women health and hygiene at great length, and the government waived GST on sanitary napkins. ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീകളുടെ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യുകയും അതിന്റെ ഭാഗമായി സർക്കാർ സാനിറ്ററി നാപ്കിനുകളുടെ GST ഒഴിവാക്കുകയും ചെയ്തു. ഇവിടെ വേവ്ഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒഴിവാക്കുക. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. But what I consider the most important of all is that my family came back to me. ഏറ്റവും പ്രധാനമായി ഞാൻ കരുതുന്നത് എന്തെന്നാൽ എൻ്റെ കുടുംബം എൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി എന്നതാണ്. What message do you have specifically for the young innovators and social entrepreneurs of our nation? What advice would you give to students? Young innovators എന്ന് പറഞ്ഞാൽ യുവ കണ്ടുപിടുത്തക്കാർ. സോഷ്യൽ എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ സാമൂഹിക സംരംഭകർ. ഇവർ രണ്ടുപേരോടും പ്രത്യേകമായിട്ട് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നീട് ഇവിടെ ചോദിക്കുന്നു, സ്റ്റുഡൻസ് അതായത് വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? എഡ്യൂക്കേഷൻ എംപവേഴ്സ് അസ്. വിദ്യാഭ്യാസം നമ്മെ ശക്തീകരിക്കുന്നു. We must, however, always bear in mind that we do not need to beg for a job after education. എന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരു ജോലിക്കായി യാചിക്കേണ്ടതില്ലെന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം. Try to find solutions to social problems and create jobs for yourself and others. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും നിങ്ങൾക്കും മറ്റുള്ളവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക. You need education and knowledge to identify problems. പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ആവശ്യമാണ്. Convert every problem into an opportunity. ഓരോ പ്രശ്നത്തെയും അവസരമാക്കി മാറ്റുക. Come out with a solution, an invention, an innovation, an enterprise. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളോട് പുറത്തേക്ക് വരാനാ പറയുന്നത്. എന്തായിട്ട്? വിത്ത് എ സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടെത്താൻ പറയുന്നു. പിന്നെ പറയുന്നു ആൻ ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തം നടത്താൻ പറയുന്നു. പിന്നെ ആൻ ഇന്നോവേഷൻ, ഒരു നൂതന ആശയം കൊണ്ടുവരാൻ പറയുന്നു. പിന്നെ അതല്ലെങ്കിൽ ആൻ എന്റർപ്രൈസ്, ഒരു സംരംഭം ആരംഭിക്കാൻ പറയുന്നു. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ എന്റർപ്രണേഴ്സ്. പ്രശ്ന പരിഹാരകരും സാമൂഹിക സംരംഭകരുമായി മാറുക. ട്രാൻസ്ഫോം ദ വേൾഡ്, ലോകത്തെ മാറ്റിമറിക്കുക. താങ്ക് യു വെരി മച്ച് സർ. We are sure your life and your words of wisdom will indeed be an inspiration for generations to come. അങ്ങയുടെ ജീവിതവും അങ്ങയുടെ ജ്ഞാനവചനങ്ങളും വരും തലമുറകൾക്ക് തീർച്ചയായും പ്രചോദനമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വളരെ നന്ദി സർ. ഓക്കെ സ്റ്റുഡൻസ്, എ ഫീനിക്സ് റൈസസ് എന്ന ഈ ലെസൺ 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ 2ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe my channel.